ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനുള്ള വിഷയം ബ്യൂട്ടി ഓഫ് ആഷസ്, ചാരത്തിൻ്റെ സൗന്ദര്യം എന്നതാണ്. ഇത് ഒരു കവിതാപദമല്ല, ദൈവത്തിൻ്റെ വിപ്ലവഗാനമാണ്. യെശയ്യാപ്രവചനം 61 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നാം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോൾ പ്രവാചകൻ പറയുന്നു, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ, തകർന്ന ഹൃദയക്കാരെ സൗഖ്യമാക്കുവാൻ, ബന്ധികളോട് മോചനം പ്രഖ്യാപിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ദൈവം നമ്മുടെ ഘടനകളെ മാറ്റുന്നില്ല, അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയാണ്. ബൈബിളിൽ ചാരത്തിന് ദുഃഖത്തിൻ്റെയും ലജ്ജയുടെയും നഷ്ടത്തിൻ്റെയും ഒക്കെ അടയാളത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചാരമെന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ അവശിഷ്ടമാണ്. എന്നാൽ ദൈവം ഈ ചാരം നീക്കിക്കളയുന്നില്ല, മറിച്ച് ആ ചാരത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നു. അതായത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുഭവിച്ച പരാജയങ്ങളെ, സാഹചര്യങ്ങളാൽ വന്നുഭവിച്ച അപജയങ്ങളെ സർവശക്തനായ ദൈവം അത് മനോഹരമായ മറ്റൊരു അധ്യായമാക്കി, മറ്റൊരു പുഷ്പമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നോമ്പ് കാലം പരാജയത്തെ നേരിടുവാൻ നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ അഹങ്കാരത്തെ ചാരമാക്കി, നമ്മുടെ അന്യായങ്ങളെ ചാരമാക്കി, നമ്മുടെ നിശബ്ദതയെ ചാരമാക്കി ദൈവമുമ്പാകെ വിശുദ്ധ രൂപത്തിൻ്റെ ഭാഷയിൽ നമ്മെ തന്നെ പുനർനിർമ്മിക്കുന്നു. വോൾട്ടർ ബ്രൂഗ്മാൻ പറയുന്നു, പ്രോഫറ്റിക് ഹോപ്പ് ഈസ് നോട്ട് ഡിനയൽ ഓഫ് പെയിൻ, ബട്ട് ദ കറേജ് ടു ഇമേജ് ഗോഡ്സ് ഫ്യൂച്ചർ ഇൻ ദ മിസ്റ്റ് ഓഫ് റെയിൻസ്. അതായത് പ്രവാചക പ്രത്യാശ നമ്മുടെ ദൈനംദിന വേദനയെ നിഷേധിക്കുന്നതല്ല, എന്നാൽ നമ്മുടെ അവശിഷ്ടങ്ങളിൽ ദൈവത്തിൻ്റെ ഭാവിയെ കാണാനുള്ള ധൈര്യമാണ്. യെശയ്യാവ് 61 അധ്യായം ഒരു പോസ്റ്റ് എക്സിലിക് സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. തകർന്ന നഗരം, തകർന്ന ആത്മാവ്. ഇവിടെ ദൈവം വാഗ്ദാനം നൽകുകയാണ്. ഗോഡ് പ്രോമിസസ് റെസ്റ്റോറേഷൻ ത്രൂ ആൻ അനോയിൻറ്റഡ് സെർവൻറ്റ്. അഭിഷിക്തനായ തൻ്റെ സേവകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഈ വാഗ്ദാനം യേശുവിൽ നിറവേറുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിൽ നാം കാണുന്നു. അതുകൊണ്ട് പുതിയ നിയമ ചിന്തകനായ N.T. റൈറ്റ് പറയുന്നു, ദ ഗോസ്പൽ ഈസ് ദ അനൗൺസ്മെന്റ് ദാറ്റ് ഗോഡ് ഈസ് ബിക്കമിങ് കിങ് അഗെയിൻ. അതായത് ദൈവരാജ്യം ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ബ്യൂട്ടി ഓഫ് ആഷസ് എന്നത് ഒരു പേഴ്സണൽ ഹീലിംഗ് മാത്രമല്ല, ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സാമൂഹിക പുനർനിർമ്മിതിയാണ്. ദൈവത്തിൻ്റെ രക്ഷ വ്യക്തിപരമായ ആശ്വാസം മാത്രമല്ല, നാം ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തെ പുനർനിർമ്മിക്കുന്ന ദൗത്യമാണ് എന്നതാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആർ വി വില്ലിംഗ് ടു ബ്രിങ് അവർ ആഷസ് ടു ഗോഡ്? നമ്മുടെ കുറ്റബോധത്തെ, നമ്മുടെ തകർച്ചയെ, നമ്മുടെ പരാജയത്തെ, നമ്മുടെ വേദനകളെ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ നാം തയ്യാറാണ്. ഇത് യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ക്രൂശിതനായ ദൈവത്തിന് നമ്മുടെ ചാരത്തെ സൗന്ദര്യമാക്കി മാറ്റുവാൻ സാധ്യമാവുകയുള്ളൂ. ഈ നോമ്പുകാലം നമ്മെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ നിൻ്റെ ചാരം പിടിച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ അത് എനിക്ക് ഏൽപ്പിച്ചു തരുമോ? അതിൻ്റെ അപഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം, പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞങ്ങളുടെ പരാജയങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും നിൻ്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അടുത്തു വരുന്നു. ഇവയൊക്കെയും സൗന്ദര്യമുള്ള മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ നാളുകളിൽ ഞങ്ങളുടെ ധ്യാനങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളും മനോഹരമായ ഒരു പാത്രമാക്കി നിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ എടുത്തുപയോഗിക്കുന്നതാക്കി തീർക്കുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.